നിപ്പ ജാഗ്രത അതിപ്പോൾ ഈ റൂട്ട് മാപ്പ് പുറത്തു വന്നല്ലോ ഇന്നലെ. കോഴിക്കോട്ടും പാലക്കാട്ടും ഒക്കെ ജാഗ്രത ശക്തമാക്കുകയാണോ? എന്തൊക്കെയാണ് ഇതുവരെയുള്ള മുന്നറിയിപ്പുകൾ? എന്തൊക്കെ വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്നുണ്ട്? സുജ, ഇന്നലെ റൂട്ട് മാപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. ഈ റൂട്ട് മാപ്പിൽ പറയപ്പെടുന്ന ഏതെങ്കിലും ഭാഗത്ത് സമ്പർക്കമുള്ളവർ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടണമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ 175 പേരുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ 102 പേരാണ് ഹൈറിസ്ക് കാറ്റഗറിയിൽ പെടുന്ന സമ്പർക്കത്തിൽ വരുന്ന ആളുകൾ. 74 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. ഇപ്പോൾ ലക്ഷണങ്ങളുള്ളത് കേവലം 10 പേർക്ക് മാത്രമാണ്. ആ 10 പേരാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ട് എന്ന് പറയുന്നത്. 13 പേർ ഹൈറിസ്ക് കാറ്റഗറിയിൽ പെട്ടതിൽ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന 13 പേരുടെ ഒരു സ്രവം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇന്ന് ആ 13 പേരുടെ ഫലം പുറത്തു വരും. ഒപ്പം തന്നെ വളരെ കർശനമായിട്ട് ഈ പറയുന്ന അവിടെ പ്രഖ്യാപിച്ചിട്ടുള്ള ലോക്ക്ഡൗണും അതുപോലെ തന്നെ ആ ഭാഗത്ത് നിയന്ത്രണങ്ങളൊക്കെ കടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 പഞ്ചായത്തുകളിലായി 66 അംഗ സംഘം ഇറങ്ങി ഒരു വലിയ ഫീൽഡ് സർവേ നടത്തി. ഏകദേശം 1998 വീടുകൾ നേരിട്ട് പോയി സന്ദർശിച്ച് അവിടെയൊക്കെ പനി ബാധിതരോ രോഗലക്ഷണങ്ങളുള്ളവരോ ഉണ്ടോ, ഈ മമ്പറം, തിരുവാലി, വണ്ടൂർ പോലുള്ള പഞ്ചായത്തുകളിലൊക്കെ വീടാന്തരം കയറി ഇറങ്ങി അവിടെ എവിടെയെങ്കിലും പനി ബാധിതരുണ്ടോ എന്ന് പരിശോധിച്ചിരുന്നു. 49 പേർക്ക് പനി ബാധിച്ചിട്ടുണ്ട് എന്നാണ് കണ്ടെത്തിയത്. പക്ഷേ അതിൽ ഒരാൾ മാത്രമാണ് സമ്പർക്ക പട്ടികയിൽ വരുന്ന ആളുകളുള്ളൂ. അപ്പോൾ അത്ര പോലും, അതായത് കേവലം പനിയാണെങ്കിൽ പോലും കെയർ ചെയ്ത് തന്നെ പോകാനാണ് ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പനി ബാധിതരെ പോലും ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ അവരെ പോലും നിരീക്ഷണത്തിൽ വെച്ചുകൊണ്ടുള്ള ഒരു നിരീക്ഷണ നടപടികളാണ്, ഒരു നിയന്ത്രണ നടപടികളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നിലവിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കാരണം ഈ കാറ്റഗറി, ഈ സമ്പർക്ക പട്ടിക ഇതിനകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പുറത്തു വിട്ടിട്ടുള്ള റൂട്ട് മാപ്പ് പ്രകാരം ആ റൂട്ട് മാപ്പിൽ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ, റൂട്ട് മാപ്പിൽ ആരെങ്കിലും ആ സമ്പർക്ക പട്ടികയിൽ വരുന്നുണ്ടോ എന്ന കാര്യം ഇന്നിപ്പോൾ റൂട്ട് മാപ്പ് പ്രകാരമുള്ള വിവരങ്ങൾ കൺട്രോൾ റൂമിൽ ശേഖരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള പട്ടികയിൽ 175 പേർ സമ്പർക്ക പട്ടികയിലുണ്ട്. അതിൽ ഹൈറിസ്ക് എന്ന് പറയാൻ സാധിക്കുന്നത് 102 പേര് മാത്രമാണ്. രോഗലക്ഷണങ്ങളുള്ള 13 പേരുടെ സ്രവങ്ങൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇന്നറിയാം ഇതിൻ്റെ ഒരു ഗ്രാവിറ്റി എത്രത്തോളം ഉണ്ടാകുമെന്നുള്ളത്. ഈ രോഗം ബാധിച്ച് മരിച്ച യുവാവുമായി നേരിട്ട് ബന്ധമുള്ള 13 പേരുടെ സ്രവങ്ങളാണ് ഇന്ന് പരിശോധനയ്ക്ക് അയച്ചിട്ടുള്ളത്. ആ സ്രവങ്ങൾ എത്രത്തോളം, എന്താണ് അതിൻ്റെ റിസൾട്ട് എന്നുള്ളതാണ് ഇനിയുള്ള നടപടിക്രമങ്ങളെ ബാധിക്കുന്ന, അല്ലെങ്കിൽ ഇനിയുള്ള നടപടിക്രമങ്ങൾക്ക് ബാധകമാകുന്ന പ്രധാനപ്പെട്ട വിഷയം.